സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇത് കഴിഞ്ഞ ഒരു വീഡിയോയുടെ ഒരു തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ഭാഗം കാണാത്തവർ ദയവായിട്ട് ആദ്യ ഭാഗം കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിന് മുകളിൽ ഇട്ടേക്കാം, സ്ക്രീനിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാം. എന്തായാലും ട്രേഡിങ്ങിൽ പണം നഷ്ടപ്പെട്ട ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. എനിക്ക് കഴിഞ്ഞ വീഡിയോ റിലീസ് ചെയ്തതിന് ശേഷം എനിക്ക് വന്ന മെസ്സേജുകൾ, അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ, അതായത് എങ്ങോട്ട് പോയാലും എങ്ങനെയും രക്ഷപ്പെടില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം ഇനി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് മെസ്സേജുകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് കാശ് പോയിട്ടുണ്ട് അറിവില്ലാതെ ഇതിൽ കൊണ്ടുപോയി ചെന്ന്. അതായത് കുഞ്ഞു കാലത്ത് ചെയ്യുന്ന ചില അബദ്ധങ്ങൾ, അതിലൂടെ വൻ അപകടങ്ങൾ സംഭവിക്കുന്നത് പോലെയുള്ള അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് പലർക്കും സംഭവിച്ചിട്ടുള്ളത്. അവർ പ്രായം കൊണ്ട് വലിയവരായിട്ടുണ്ടെങ്കിൽ കൂടി ഫിനാൻഷ്യൽ അല്ലെങ്കിൽ പൈസ ഹാൻഡിൽ ചെയ്യുന്ന നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശിശുവായിരുന്നു. അവർക്ക് കിട്ടിയ അടികൾ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കയറി വരാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ്. തറവാട് വീട് നഷ്ടപ്പെട്ട ആൾക്കാർ പോലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതായത് 8ഓളം പേര് താമസിക്കുന്ന ഒരു വീട് ബാങ്ക് ജപ്തി ചെയ്യാൻ നിൽക്കുന്ന അവസ്ഥയിലുള്ള ആൾക്കാർ പോലും ഉണ്ട്. അതൊക്കെ ഒന്നും ചെയ്തതല്ല, അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കണം, കുടുംബത്തിനെ നശിപ്പിക്കണം എന്ന് കരുതി ചെയ്തതല്ല. പക്ഷേ അവർക്ക് പറ്റിയ ഒരബദ്ധത്തിൽ ബാങ്ക് ലോൺ എടുത്ത് ചെയ്തു. തിരിച്ചടക്കാൻ വേറെ വഴിയില്ല, സ്വന്തമായിട്ട് ജോലിയില്ല, ഒന്നുമില്ല, മാനസികമായിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയതുകൊണ്ട് തന്നെ തറവാട് 8 പേര് താമസിക്കുന്ന ഒരു വീട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. 1-2 പേരൊന്നുമല്ല, ഒത്തിരി പേരുണ്ട്. നാട്ടിൽ നിൽക്കാൻ പറ്റാതെ നല്ല ജോലിയുള്ള ആൾക്കാർ സ്വന്തം വീട് വിട്ടിട്ട് വേറെ സ്ഥലത്ത് പോയി താമസിക്കേണ്ട അവസ്ഥ വരുന്ന അവസ്ഥ വല്ലാത്തൊരു കഷ്ടമാണ്. എന്തായാലും ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തപ്പോൾ എനിക്ക് യൂട്യൂബിൽ വന്ന ഒരു കമൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഏത് വീഡിയോയിൽ, കാരണം വിജയിച്ചവരെ കുറിച്ച് പറയാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ പരാജയപ്പെട്ടവൻ്റെ കൂടെ നിന്നിട്ട് അവരെ വിജയിപ്പിക്കാൻ താങ്കൾ കാണിക്കുന്ന വലിയ മനസ്സിന് നന്ദി എന്നിട്ട് എനിക്ക് വാട്സപ്പിലാണോ എന്ന് തോന്നുന്നു, ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു മെസ്സേജ്. എന്തായാലും വിജയിച്ചവരുടെ, എനിക്കിപ്പം യൂട്യൂബിലൂടെ വരുമാനമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ പറയേണ്ടത് വിജയിച്ചവൻ്റെ കഥയാണ്. ഓപ്ഷൻ ട്രേഡിങ്ങിൽ, അല്ലെങ്കിൽ ഞാനൊരു ബ്രോക്കറാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു കമ്മീഷൻ ഏജൻ്റ് ആണെങ്കിൽ ഞാൻ പറയേണ്ടത് വിജയിച്ച ആളിൻ്റെ കഥയാണ്. കാരണം അത് കേൾക്കാൻ, അതിലൂടെ എൻ്റെ ബ്രോക്കറേജിൽ മെമ്പർഷിപ്പ് എടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് കമ്മീഷൻ കിട്ടുന്ന ഏതെങ്കിലും ബിസിനസ്സിൽ പണം നിക്ഷേപിക്കാനൊക്കെ ആൾക്കാർക്ക് ഒരു പ്രചോദനമാവും. പക്ഷേ ഇവിടെ ഇത് എൻ്റെ മുന്നിലുള്ളത്, ഞാനൊരു കമ്മീഷൻ ഏജൻ്റ് അല്ല, ഞാനൊരു ക്ലാസ് നടത്തുന്ന ആളല്ല, ഒന്നുമല്ല. ഞാൻ കേവലം ഒരു ട്രേഡറാണ്. മാത്രമല്ല ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരാളും അല്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് ഞാൻ പറയുന്നതെല്ലാം വേദവാക്യമാണ് എന്ന് കരുതി തെറ്റിദ്ധരിച്ച് പോകരുത്. ചിലപ്പോഴൊക്കെ ഞാൻ ന്യൂസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എല്ലാം അറിയുന്ന ഒരാൾ എന്ന രീതിയിൽ തന്നെ ഒരു സൂപ്പർമാൻ പവറിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി വെക്കരുത്. ഞാൻ വെറും ഒരു ട്രേഡറാണ്, അതിൻ്റെ അപ്പുറത്ത് എനിക്ക് ഒരു യോഗ്യതയും ഈ കാര്യത്തിലില്ല. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വ്യക്തമായി അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലൂടെ ഇങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അതല്ലാതെ അതിനപ്പുറത്തോട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനും എൻ്റെ മുന്നിലില്ലാതെ ഞാൻ ഡിസ്ക്ലെയിമറായിട്ട് ആദ്യമേ പറയുകയാണ്. സോ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ട്രേഡിങ്ങിൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ സമയം മെനക്കെടുത്താണ് നമുക്ക് ഇന്നത്തെ ഒരു ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇവിടെ നിങ്ങൾ ഒരു മാസത്തെ ബ്രേക്കൊക്കെ എടുത്ത് എല്ലാം സെറ്റപ്പായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നത്. ഇവിടെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജയിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തത അത് നിങ്ങളോട് തന്നെ, ആത്മവഞ്ചന ചെയ്യരുത്. ഇവിടെ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് നോ എന്നോ യെസ് എന്നോ ഉത്തരം കിട്ടുമ്പോൾ അത് ഏത് രീതിയിലേക്കാണ് അതിനെ കൊണ്ടുപോകേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകുന്നത്. അവിടെ ഒരു ഞാൻ പറഞ്ഞതിന് എഗെയിൻസ്റ്റ് അത് കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ അടുത്ത ഒരു വാഷൗട്ടിലേക്കാണ് പോകുന്നത്. സോ ഇവിടെ ഫസ്റ്റ് ചോദ്യം, നിങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ട് അല്ലെങ്കിൽ റുട്ടീൻ കാര്യങ്ങളുമായിട്ട് ട്രേഡിങ് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഈ ചോദ്യത്തിന് ഒരുപാട് ഡെപ്ത് ഉണ്ട്, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾക്ക്
നിങ്ങളെ സറൗണ്ടിങ്ങിലുള്ളവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇപ്പം ഭാര്യയുള്ളവരാണ്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുള്ളവരാണ്, ഭർത്താവ് അവർ കുടുംബവും കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു ഫാമിലിക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക്, അതായത് ആ ഒരു കെട്ടിടത്തിനുള്ളിൽ താമസിക്കുന്നത്, നമുക്ക് അച്ഛനമ്മയും കാര്യങ്ങളും സഹോദരങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ ചിലപ്പോൾ നമ്മളെ വീടുമായിട്ട് ദൂരത്തായിരിക്കും. അവരുടെ കാര്യം നമ്മൾ, അല്ലെങ്കിൽ അയൽപക്കക്കാരുടെ കാര്യം നമ്മൾ നോക്കേണ്ടതില്ല. നമ്മൾ ഈ ഒരു റൂഫിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന നമ്മൾ ചിലപ്പോൾ 4 5 അല്ലെങ്കിൽ 2 3 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പരിധിവരെ ഈ ഒരു പ്രവൃത്തി നിങ്ങളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും. ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ഫോളോ ചെയ്യും. നിങ്ങൾ വാശിപ്പുറത്ത് എന്തൊക്കെയോ ചെയ്ത് അത് വലിയ പരാജയത്തിലേക്ക് പോകും. അതായത് അവരോടുള്ള വാശിക്ക് എനിക്കിത് ചെയ്യണം എന്നുള്ളത് ഒരു വാശിയാണ്. അപ്പോൾ ആ വാശിക്ക് ചെയ്തിട്ട് പലതും നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് വലിയ പരാജയത്തിലേക്ക് എത്തിപ്പെടും. മറ്റുള്ളവർക്ക് ചിരിക്കാനൊരവസരം ഉണ്ടാകും. പരാജയം തന്നെ ആയിരിക്കും റിസൾട്ട്. കാരണം അതൊരു സൈക്കോളജിയുടെ ഭാഗമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാണ്ട്, ഇപ്പം ഒരു ജോലിയുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾ എൻഗേജ്ഡ് ആണ്. ഇപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ രാവിലെ എണീറ്റ് അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങൾ ചെയ്തത് അതിനുശേഷം മാത്രമേ വരാൻ പറ്റുള്ളൂ. ഓക്കെ, അത് വലിയൊരു കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇടയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഫുൾ ടൈം ഇതിൻ്റെ പുറകിൽ നിൽക്കാൻ പറ്റില്ല. അയാൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കോൾ വരും, അയാൾ അതിൻ്റെ പുറകെ അങ്ങ് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് വരാതിരിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ട് ഇത് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളത് സ്വയം ചോദിച്ച് നോക്കുക. അതിന് ഒരുപാട് ഡെഫിനിഷൻ ഉള്ളതാണ്. നിങ്ങളുടെ ഈ ഡെയിലി ലൈഫുമായിട്ട് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത്. അത് ആദ്യത്തേത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫാമിലിയുടെ അവരുടെ സപ്പോർട്ട് വേണം എന്ന് ഞാൻ പറയില്ല. അവർ എതിർക്കാതിരുന്നാൽ മതി. അവർ എതിർക്കുന്നുണ്ടെങ്കിൽ നമുക്കുള്ളിൽ ഒരു വാശിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിവെഞ്ചിലേക്ക് പോകും നമ്മൾ. അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ അൾട്ടിമേറ്റ്ലി പരാജയത്തിലേക്കാണ് കൊണ്ടുപോയി എത്തിക്കുക. അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് വേണം നിർബന്ധമില്ല. പക്ഷെ എതിർക്കാതിരിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ദാറ്റ്സ് ഫൈൻ, നിങ്ങൾക്ക് ജയിച്ച് കയറാൻ പറ്റും. കാരണം അവർക്ക് വൺസ് അവർ എതിർക്കുന്നില്ലെങ്കിൽ അവർക്കത് അറിയാത്തത് കൊണ്ടാണ്. ഇതിനെക്കുറിച്ച് എന്താണെന്ന് പരിപാടിയെന്ന് അറിയില്ല, അപ്പോൾ അവർ എതിർക്കുന്നില്ല. പക്ഷേ വൺസ് നിങ്ങൾ വിജയിക്കുന്നത് കാണുമ്പോൾ അവർ നിങ്ങളുടെ കൂടെ നിൽക്കും, കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കും. പക്ഷേ എതിർക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിജയിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് നിങ്ങളോട് ഭയങ്കര ശത്രുതയായിരിക്കും. കാരണം ഞാൻ പറഞ്ഞത് തെറ്റിയല്ലോ എന്നൊരു സൈക്കോളജി അവരുടെ ഉള്ളിൽ വർക്കൗട്ടാവും. അപ്പോൾ അത് കുടുംബത്തിലായാലും പുറത്തായാലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. ഓൾറൈറ്റ്, അപ്പോൾ അതൊന്നും പ്രത്യേകം നിങ്ങളുടെ നിത്യജീവിതമായിട്ട് ട്രേഡിംഗ് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടാക്കുക. പറ്റും എന്ന് തന്നെയായിരിക്കണം നിങ്ങളുടെ ഉത്തരം. ഇനി ആദ്യം പറഞ്ഞ ചോദ്യത്തിൻ്റെ അതേ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഭയങ്കര തിരക്കുള്ള ആൾ, അതായത് നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓഫീസിൽ ഫ്രീ ആണ്. ഇപ്പോൾ സീനിയർ ഓഫീസേഴ്സ്, അത് പ്രൈവറ്റ് സെക്ടറിലായാലും ഏതിലായി കഴിഞ്ഞാലും സീനിയേഴ്സിന് എപ്പോഴും അവർ ഒന്ന് റിലാക്സ്ഡ് ആയിരിക്കും, ഫ്രീ ആയിരിക്കും. കാരണം മറ്റുള്ളവർ 10-40 പേര് കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ജോലി പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെല്ലാം ഒന്ന് നോക്കി പോയാൽ മതി, അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വല്ലപ്പോഴും ഒന്ന് സൈൻ ചെയ്താൽ മതി. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു പരിധി വരെ ഓക്കെയാണ്. അതല്ലാതെ നിങ്ങൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ട്സിലോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഏത് സമയത്തും നിങ്ങൾക്ക് ഒരു സുപ്പീരിയർ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇത് ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതായത് ട്രേഡിംഗ് ടെർമിനൽ കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ്, അയാൾക്ക് ഏത് സമയത്ത് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോണ്ടി വരും എന്നൊക്കെയുള്ള അങ്ങനെ ഒരു എൻഗേജ്ഡ് ആയ ആൾക്കാർ അല്ലെങ്കിൽ തിരക്കുള്ള വ്യക്തികൾ ഈ പരിപാടിക്ക് നിൽക്കരുത്. അവർക്ക് ഇതിൽ ഫൈനലി എൻഡ് ഓഫ് ദ ഡേ അവർ പരാജയത്തിലേക്കായിരിക്കും പോവുക. നിങ്ങൾക്ക് എന്താ പറയുക, മറ്റൊരാളിൽ നിന്നും വരുമാനം ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. ഈ ആശ്രയിച്ചു എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഭാര്യ നാട്ടിൽ, ഭർത്താവ് ഗൾഫിൽ, ഭർത്താവ് ചെലവിന് കൊടുത്തിട്ടാണ് ഭാര്യ ജീവിക്കുന്നത്, ഭാര്യയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഡെയിലി നിങ്ങളുടെ ഓരോ രാവിലെ 9 to 5 എന്നുള്ള ആ സമയം നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നീക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കരുത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ സാമ്പത്തികമായിട്ട് മറ്റൊരാളെ ആശ്രയിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡ് വൈഫ് ആകുമ്പോൾ ഹസ്ബൻഡ് ചിലവിന് കൊടുത്തിട്ടായിരിക്കും ഭാര്യ ജീവിക്കുന്നത്. അപ്പോൾ അവർ രാവിലെ കുട്ടികൾ 8 മണിയാകുമ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഫുൾ ഫ്രീ ആണ്. അവർക്ക് ട്രേഡ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ള ഇതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ സമയം
നിങ്ങൾക്ക് മറ്റൊരാൾക്കായിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഫോൺ കോളിൽ അവരുടെ ഒരു സിഗ്നലിൽ നിങ്ങൾക്ക് അവരുടെ കൂടെ പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 3 ദിവസവും നിങ്ങൾ വളരെ ഫ്രീ ആയിരുന്നു, ആരും നിങ്ങളെ വിളിച്ചിട്ടൊന്നുമില്ല, ബോസ് വിളിച്ചിട്ടില്ല. ഒരു ഗൾഫിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നവർ പലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഒരു യാത്ര പോകാനുണ്ടാവുള്ളൂ. അപ്പോൾ 3 ദിവസം നിങ്ങൾ സിംപ്ലി ട്രേഡ് ചെയ്ത് 3 ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചു. 4ാമത്തെ ദിവസം മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉള്ള ദിവസമാണ്. നിങ്ങൾ ട്രേഡ് എടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ ട്രേഡ് എടുത്ത നേരത്ത് നിങ്ങൾക്ക് കോൾ വന്ന് നിങ്ങൾക്ക് പോകണം. ട്രേഡ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ പോകും, അവിടെയും ലോസാണ്. ഇങ്ങനെ വരുന്ന ഒരു സംഭവം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു സെർട്ടൻ ടൈം ഇതിനായിട്ട് നീക്കി വയ്ക്കാൻ പറ്റുമോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ നിങ്ങൾ സ്വയം ചോദിക്കേണ്ടത്. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒരു ഫൈനൽ ആറ്റിക്കുറുക്കി എടുക്കുകയാണെങ്കിൽ ചോദ്യം ഇതാണ്: എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങൾക്ക് മനസ്സും ശരീരവും ഉണ്ടായിരിക്കണം. മനസ്സ് വേറൊരു സ്ഥലത്തും ശരീരം ഇവിടെ ആവരുത്, അതേപോലെ ശരീരം വേറൊരു സ്ഥലത്തും മനസ്സ് ടെർമിനലിലും ആവരുത്. രണ്ടും പ്രശ്നമാണ്. മനസ്സും ശരീരവും കുറച്ച് സമയത്തേക്ക്, ഈ കുറച്ച് സമയം ചിലപ്പോൾ 15 മിനിറ്റ് ആയിരിക്കും, ചിലപ്പം 1 മണിക്കൂറായിരിക്കാം, ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും. അത് എപ്പോൾ വരും എന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. ഏത് സമയത്താണ് ഒരു ട്രേഡ് കിട്ടുക എന്നുള്ളത് ആ ദിവസത്തെ അനുസരിച്ചാണ് പോകുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻട്രാഡേ ഓപ്ഷൻ ബയേഴ്സിനെ കുറിച്ചാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങൾക്ക് മനസ്സും ശരീരവും ടെർമിനലിൻ്റെ മുന്നിൽ മാറ്റി വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരം, സാധിക്കില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ബൈയിങ് പറഞ്ഞൊരു ഇൻട്രാഡേ ട്രേഡിങ് നിങ്ങൾക്ക് പറഞ്ഞ പരിപാടിയല്ല. അതിനായിട്ട് നിങ്ങൾ മെനക്കെടരുത്, നിങ്ങളുടെ കാശ് പോവും. നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് വേറെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ പുറകെയായിട്ട്. ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യുന്ന ആളിന് എല്ലാ ദിവസവും കുറച്ച് സമയം, അതായത് ഇത് 2 വിധത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഒന്നുകിൽ 9 to 3 എന്നുള്ള ആ സമയത്തിൻ്റെ ഇടയിൽ ഏത് സമയത്താണോ ട്രേഡ് കിട്ടുന്ന ആ കുറച്ച് സമയം നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു സമയം, എല്ലാ ദിവസവും 10 മുതൽ 11 വരെ ഞാൻ ട്രേഡിംഗ് ടെർമിനലിൽ ഉണ്ടാവും. ആ സമയത്ത് ട്രേഡ് ഉണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ ഫൈൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. അല്ലെങ്കിൽ ഒരു 10 മണിക്ക് 12 മണി മുതൽ 1 മണി വരെയാണ് എല്ലാ ദിവസവും എനിക്ക് വരാൻ പറ്റുക, ഫൈൻ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾക്ക് മാർക്കറ്റിൽ വരാൻ പറ്റുമോ എന്നുള്ളത്. ഓരോ ദിവസം 9 മണിക്ക്, പിറ്റേ ദിവസം 12 മണിക്ക്, പിന്നെ 3 മണിക്ക്, പിന്നെ 8 മണിക്ക്, ഇങ്ങനെയൊന്നും ആവിപ്പോരുത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരേ സമയം കുറച്ച് നേരത്തേക്കെങ്കിലും മനസ്സും ശരീരവും ട്രേഡിങ്ങിനായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്ന് യെസ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡുകളാണ് ഏറ്റവും മികച്ചത്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് നോക്കാൻ, അതായത് ഒരേ സമയത്ത് എല്ലാ ദിവസവും നോക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കാശ് സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അതിനെ മാനേജ് ചെയ്യുക. സ്വിംഗ് ട്രേഡുകളിലേക്ക് പോകാതെ, ഓപ്ഷനല്ല സ്റ്റോക്കുകളിലാണ് ഞാൻ പറയുന്നത്, സ്വിംഗ് ട്രേഡുകൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുക. അതാണ് നിങ്ങൾക്ക് മികച്ചത്. ഞാൻ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡുകളാണ് ഏറ്റവും മികച്ചത്. ഓക്കെ, അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ തിരക്കുള്ള ആളാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ സമയം, ഒരു നിശ്ചിത സമയം, ഇപ്പോൾ ഒരു 10 മണി മുതൽ 11 മണി വരെ, അല്ലെങ്കിൽ 11 മണി മുതൽ 12 മണി വരെ, അങ്ങനെ ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് ആ സമയം കറക്റ്റായിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ദെൻ ട്രേഡിങ്, അന്ന് ട്രേഡ് സെറ്റപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ ആ സമയത്തുള്ള ചലനങ്ങളും അതിലെ മാർക്കറ്റ് അനാലിസിസ് കൃത്യമായിട്ട് നോക്കുക. എല്ലാ ദിവസവും വരാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ ട്രേഡ്, ഇപ്പോൾ 9 to 3 ഇരിക്കുന്നവർക്കാണെങ്കിൽ വളരെ നല്ല രീതിയിൽ മാർക്കറ്റിനെ പഠിച്ചെടുക്കാൻ സാധിക്കും. എല്ലാ ദിവസവും ട്രേഡ് കിട്ടണമെന്നൊന്നുമില്ല, പക്ഷേ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കും. പിന്നെ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് പറ്റും എന്നാണ് ഉത്തരമെങ്കിൽ എല്ലാ ദിവസവും ഒരു സെർട്ടൻ ടൈം നിങ്ങൾക്ക് ഇതിനായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റും എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള തീരുമാനമെങ്കിൽ ഒരു ബുക്കും പേനയും എഴുതാൻ വേണ്ടിയിട്ട് റെഡിയാക്കുക. ഒരു ബുക്കും പേനയും, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ മൊബൈലിൽ വാട്സപ്പിൽ സെൽഫായിട്ട് മെസ്സേജ് എഴുതിയിടുക അല്ല വേണ്ടത്, ഒരു എക്സൽ ഷീറ്റിൽ എഴുതുക അല്ല വേണ്ടത്, ഒന്നുമല്ല വേണ്ടത്. നിങ്ങളൊരു ബുക്കും പേനയും ആണ് എടുക്കേണ്ടത്, കൈകൊണ്ട് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ഇതിങ്ങനെ തന്നെ ചെയ്യണം, കൈകൊണ്ട് എഴുതിയിട്ട് തന്നെ പോയിരിക്കണം. അതുപോലെ ട്രേഡിങ്ങിന് നിങ്ങളിപ്പോൾ ഒരു സെർട്ടൻ ടൈം 9 to 3 ഇരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ കൂടുതൽ ഇവിടെ പറയുക. 9 to 3 ഇരിക്കുന്നവർ ഈ സമയത്ത് നിങ്ങൾക്ക് ബാഹ്യ ഇടപെടൽ, അതായത് ആരെങ്കിലും പെട്ടെന്ന് വിത്തൗട്ട് പെർമിഷൻ കയറി വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നിങ്ങളുടെ ഇത് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആയിരിക്കണം. ട്രേഡ് വൺസ് നിങ്ങളുടെ ട്രേഡ് സക്സസ്ഫുള്ളായി നിങ്ങൾ പ്രോഫിറ്റ് ഓർ ലോസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആര് വരുന്നതിലും നമുക്കൊരു കുഴപ്പമില്ല.
ഓക്കെ. അപ്പോൾ മറ്റുള്ളവർ കയറി വരാത്ത ഒരു പ്രൈവസി ഉറപ്പാക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തണം. ആ സ്ഥലത്ത് ഇരുന്നിട്ടായിരിക്കണം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. ഫാസ്റ്റായിട്ടുള്ള ഇൻ്റർനെറ്റ് വേണം. അതേപോലെ മൊബൈൽ മാത്രം ഉപയോഗിച്ചിട്ട് സ്വയം അനലൈസ് ചെയ്ത് ട്രേഡ് എടുക്കുക എന്നുള്ളത് ഒരു തോന്നൽ മാത്രമാണ്, വിച്ച് ഈസ് ഇമ്പോസിബിളാണ്. അത് മൊബൈൽ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് അനലൈസ് ചെയ്ത് ഒരു എൻട്രി സെറ്റപ്പ് കണ്ടെത്തുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്ക് തോന്നും, ഒരു ചലഞ്ചായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, സൂം ചെയ്താൽ മതി എന്നൊക്കെ തോന്നും. പക്ഷേ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ പ്രാക്ടിക്കലി നടക്കില്ല. പക്ഷേ ട്രേഡ് എടുക്കാനും എക്സിറ്റ് ചെയ്യാനും മൊബൈലിനെ പോലെ നല്ലൊരു ഡിവൈസ് വേറെ ഇല്ല. കമ്പ്യൂട്ടറിനേക്കാളും ഫാസ്റ്റായിട്ട് മൊബൈലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അനലൈസ് ചെയ്യാൻ കമ്പ്യൂട്ടർ തന്നെ വേണം. അത് ഉറപ്പാക്കി നിങ്ങൾ വയ്ക്കുക, ഒരു കമ്പ്യൂട്ടർ തന്നെ വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ കമ്പ്യൂട്ടർ ഇല്ല എന്നാണ് നിങ്ങളൊരു മെൻറ്റർ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർവിഷൻ സപ്പോർട്ട് എടുത്തിരിക്കണം. ഒന്നുകിൽ ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിൻ്റെ കൂടെ അയാളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോവുക, അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ സക്സസ്ഫുൾ ആകാൻ പറ്റും. അല്ലാതെ മൊബൈൽ മാത്രം ഉപയോഗിച്ചിട്ട് ആ എൻട്രി ഇന്ന സ്ഥലത്ത് എൻട്രി വെക്കാം, ഇവിടെ ഇത്ര സ്റ്റോപ്പ് ലോസ് വെക്കാം. കാരണം മൊബൈലിൽ ഒരേ സമയത്ത് നിങ്ങളുടെ ട്രേഡ്, അതായത് PNL-ഉം ചാർട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. രണ്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്വിച്ച് ചെയ്ത് പോകേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ട്രെസ്സ് വരും. നിങ്ങൾ മാനസികമായി നിങ്ങളെ തകർത്ത് കളയും ഈ ഒരു പരിപാടി. ഏറ്റവും സിമ്പിളായിട്ട് കൂളായിട്ട് നമ്മളെ തലച്ചോറ് ചൂടാവാത്ത രീതിയിലായിരിക്കണം നമ്മളുടെ ബാക്കി സെറ്റപ്പുകളെല്ലാം തന്നെ. ഇരിക്കുന്ന സ്ഥലമായാലും ഒരുപാട് ചൂടുള്ള സ്ഥലത്ത് പോയിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ വേർത്തൊഴുകി ഭയങ്കര സ്ട്രെസ് വരും, നിങ്ങളുടെ ട്രേഡ് പൊട്ടും. രണ്ടാമത്തത് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, ആൾക്കാർ വരുന്നു പോകുന്നു, അവരൊക്കെ നമ്മൾ സ്ക്രീൻ നോക്കുന്നു, അങ്ങനെ ഒരു അസ്വസ്ഥമായ ഒരവസ്ഥയിലാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ ചിലപ്പം ഇടിഞ്ഞു പോകുന്ന മാർക്കറ്റിൽ കോൾ ഓപ്ഷൻ വാങ്ങിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഇത്രയും ആൾക്കാർ വന്ന് പോകുമ്പോൾ അവരുടെയൊക്കെ ഇടപെടലുകൊണ്ട് നിങ്ങൾക്കത് സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഈ മനസ്സിൻ്റെ ഒരു ഇതൊക്കെ ആലോചിച്ചപ്പോഴേ ഞാൻ കുറേ ആലോചിച്ചു. നമ്മൾ ഈ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കുന്ന സംഭവങ്ങൾ, കോൺസെൻട്രേഷൻ വേണം, നല്ല പ്രൈവസി വേണം, ഒക്കെ ആലോചിച്ച് നമ്മൾ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ. പക്ഷെ അവിടെയും മറ്റുള്ളവർ കടന്നു വരുന്ന ഒരവസ്ഥ വരും. ഞാൻ ഒരുപാട് ആലോചിച്ചപ്പോൾ എനിക്ക് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിൽ കിട്ടിയത്, പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കിട്ടിയത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈവസി, ഏകാഗ്രത, അതേപോലെ ചിന്തിക്കാനുള്ള ശക്തി, നമ്മളുടെ ആ ഒരു കാര്യക്ഷമത, ഒരു ജോലി തുടങ്ങി അത് കംപ്ലീറ്റ് ആക്കി സക്സസ്ഫുൾ ആക്കിയിട്ട് തിരിച്ചു വരാനുള്ള ആ ഒരു കഴിവ്, ഇതൊക്കെ എനിക്ക് കിട്ടിയത്, ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് കിട്ടിയത് ടോയ്ലറ്റിലാണ്. ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ വേറൊരാളെ കൂടെ കൊണ്ടുപോകില്ല. പക്ഷേ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുമ്പോൾ മറ്റൊരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അവർ പലപ്പോഴും നമ്മൾ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും അവിടെ. അതുപോലെ പ്രൈവസി എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്നിടത്ത് പ്രൈവസി കുറവായിരിക്കും. അതേസമയത്ത് ബാത്റൂമിലാണ് എക്സ്ട്രീംലി പ്രൈവസി കിട്ടുക. ഏകാഗ്രത, ചിന്തിക്കാനുള്ള പവർ മുഴുവൻ വരുന്നത് ബാത്റൂമിലാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അത്രയും ശ്രദ്ധ കിട്ടി എന്ന് വരില്ല, ചിന്തിക്കാനുള്ള ആ ഒരു പ്രേരണ കിട്ടില്ല. രണ്ടാമത്തത്, നമുക്ക് ചില ആൾക്കാർ ക്രിയേറ്റീവ് ആവുന്ന സമയം, ചില ആൾക്കാർ പാട്ട് പാടുന്ന ബാത്റൂമിൽ പോകുമ്പോൾ, ടോയ്ലറ്റ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരല്പം നെഗറ്റീവാണ്, വേസ്റ്റ് ഡിസ്പോസൽ ആണെങ്കിൽ കൂടി ആ ബാത്റൂമിലേക്ക് കയറി നമ്മൾ ഡോർ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി പ്രൈവസിയാണ്. മറ്റൊരാളും നമ്മളെ ഇൻ്ററപ്റ്റ് ചെയ്യില്ല. അഥവാ ഒരാൾക്കും നമ്മുടെ റൂമിലേക്ക് കടന്നു വരാൻ പറ്റില്ല. നമ്മൾ മറ്റ് കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് നമ്മളുടേതായ മനസ്സ് ഫോക്കസ്ഡ് ആയിരിക്കും കൃത്യമായിട്ടും. നമുക്ക് എന്ത് വേണമെങ്കിൽ ടോയ്ലറ്റിൽ ഇരുന്നിട്ടാണ് ഏറ്റവും നല്ല കവിതകൾ വിരിയുന്നത് ഒക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രൈവസിയും ചിന്താശേഷിയും ഏകാഗ്രതയൊക്കെ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് കിട്ടണം. ആ രീതിയിൽ തന്നെ ആയിരിക്കണം, മറ്റൊരാൾ ഇടപെടാതെ അത്രയും കെയർഫുള്ളായിട്ട് അവിടെ ഇരുന്നിട്ട് ചിന്തിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നിങ്ങളുടെ കയ്യിൽ, അപ്പോൾ നമ്മൾ റൂം സെറ്റായി എല്ലാം റെഡിയാണ്. എങ്ങനെയാണ് നമുക്ക് ഏകാഗ്രത, എത്രത്തോളം ശ്രദ്ധ വേണം, എത്രത്തോളം സേഫ് ആയിരിക്കണം, പ്രൈവസി ഉണ്ടായിരിക്കണം എന്നൊക്കെ മനസ്സിലായി. ഇനി വേണ്ടത് ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം, എൻട്രി സെറ്റപ്പ് ഉണ്ടായിരിക്കണം. എൻട്രി സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എത്ര രൂപ ഉപയോഗിക്കണം, എത്ര രൂപ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള, എത്ര രൂപ പോകാം, എത്ര രൂപ വരാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എൻട്രി എക്സിറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ, എൻട്രി സെറ്റപ്പ് എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ, പക്ഷേ കൃത്യമായിട്ട് എക്സിറ്റ് സെറ്റപ്പും ഉണ്ടായിരിക്കണം. എൻട്രി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒരു പൊസിഷൻ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്, അത് എവിടെ വരെ പോകും, എവിടെ വെച്ച് എക്സിറ്റ് ആണ്. ഇൻ കേസ് അവിടെ പ്ലാൻ എ പ്ലാൻ ബി ഉണ്ട്, നമ്മൾ ഉദ്ദേശിച്ച പോലെ മാർക്കറ്റ് പോയാൽ
ഇന്ന സ്ഥലത്ത് എക്സിറ്റ് ആവണം, നമ്മൾക്ക് എഗെയിൻസ്റ്റ് മാർക്കറ്റ് പോയാൽ ഇന്ന സ്ഥലത്ത് എക്സിറ്റ് ആവണം, അങ്ങനെ ഒരു പ്ലാൻ എയും ബിയും അവിടെ ഉണ്ടായിരിക്കണം. ഈ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ. ഇവിടെയാണ് മിക്ക ആൾക്കാരും പരാജയപ്പെട്ടു പോവുക. കാരണം ട്രേഡിംഗ് പ്ലാൻ നമുക്ക് മറ്റൊരാളുടെ കോപ്പി അടിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എൻട്രി സെറ്റപ്പ് എത്ര തന്നെ ഒരാളടുത്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞാലും അതായത് ഇപ്പം ഞാനൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന ചലഞ്ചസ് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ മറ്റൊരാൾക്ക് പഠിപ്പിച്ച് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്താലും ഞാൻ പറയാത്ത ഒരു പുതിയ കാര്യം അയാൾ ഫേസ് ചെയ്യും. അവിടെ എങ്ങനെ ഞാനത് മാനേജ് ചെയ്യുന്നുള്ള അയാൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. അതിനെ നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ നേരിടാൻ പറ്റുള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരാളുടെ സ്ട്രാറ്റജി ആണെങ്കിൽ കൂടി എല്ലാ സിറ്റുവേഷനിലും എല്ലാ സ്ട്രാറ്റജിയും വർക്ക് ചെയ്യില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ പറയുക, അംബ്രല എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മഴക്കാലത്തേക്കാണ്. വളരെ അപൂർവം നമുക്ക് വേനൽക്കാലത്തും അത് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ വർഷം മുഴുവൻ കുട പിടിച്ച് നടക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? പല സമയത്തും നമുക്ക് ഒരാവശ്യമില്ലാത്തൊരു സംഭവമായി മാറും ഈ കുട. വെയിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ സഹായമാവും, അല്ലെങ്കിൽ മഴയുണ്ടെങ്കിൽ ഫുള്ളും സപ്പോർട്ടാവും. ഇതേപോലെ തന്നെയാണ് ഒരു സ്ട്രാറ്റജി നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ദിവസത്തിൽ പല സമയത്തും ഈ സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി അതിനുണ്ട്. സോ എൻട്രി സെറ്റപ്പ്, എക്സിറ്റ് സെറ്റപ്പ്, ഇത് രണ്ടും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ആവണം. എക്സിറ്റിന് കൃത്യമായ പ്ലാൻ എയും ബിയും ഉണ്ടായിരിക്കണം. ഒന്ന് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് മാർക്കറ്റ് പോയാൽ എവിടെ എക്സിറ്റ് ആവണം, ഒന്ന് എഗെയിൻസ്റ്റ് പോയാൽ എവിടെ എക്സിറ്റ് ആണ്. ഈ പ്ലാൻ എയും ബിയും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ട്രേഡിംഗ് പ്ലാൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെ വിജയിപ്പിക്കുന്ന സാധനം ട്രേഡിംഗ് പ്ലാനാണ്. അതിൽ എത്ര രൂപ ആകുമ്പോൾ വിഡ്രോ ചെയ്യണം, എത്ര രൂപയിലേക്കും, ഇതൊക്കെ ഞാൻ ഇതിൻ്റെ പുറകെ വരുന്ന ഭാഗത്ത് എൻ്റേതായ രീതിയിലുള്ള കുറേ ഫീഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്ലാനിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇവിടെയൊക്കെ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ഫ്രഷായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ഒരാളെയല്ല, കൃത്യമായിട്ടും വലിയൊരു നഷ്ടം വന്നിട്ട് അവിടെ ചെറിയൊരു എമൗണ്ട് ഉപയോഗിച്ച് വീണ്ടും സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിലൂടെ തിരിച്ച് പോയ കാശ് പോയി, അത് കടലിൽ കോയിൻ എറിഞ്ഞതുപോലെയാണ്. അതായത് നമ്മൾ കടലിലോട്ടൊരു കോയിൻസ് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എവിടെയാണ് പോയി വീണത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, മുങ്ങി തപ്പി എടുക്കാൻ പറ്റില്ല. അത് പോയി എന്നുള്ളത് സത്യം തന്നെയാണ്, എന്നാൽ തിരിച്ച് കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ്. അതേപോലെ തന്നെയാണ് നഷ്ടം കഴിഞ്ഞ് പോയത് പോയി, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, ഒന്നും ചെയ്യാനില്ല. പക്ഷേ നിങ്ങൾക്ക് പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കിയിടാം, പുതിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ഒരുപാട് കാശൊന്നും അല്ല. ട്രേഡിങ്ങിൽ ഞാൻ വീണ്ടും പറയുന്നു, ട്രേഡിങ്ങിൽ വിജയിക്കാൻ ഒരുപാട് കാശല്ല വേണ്ടത്, ശക്തമായ തീരുമാനങ്ങളാണ്. അത് വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള നല്ലൊരു മനസ്സാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം, അതായത് സിംപിളി പറയുകയാണെങ്കിൽ സൈക്കോളജിയാണ്, മനസ്സാണ് നിങ്ങളെ വിജയവും പരാജയവും ഒക്കെ തീരുമാനിക്കുന്നത്. കൃത്യമായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും, മൈൻഡ് സെറ്റ് കൃത്യമല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. മൈൻഡ് സെറ്റ് കറക്റ്റ് അല്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ വല്ല ടെൻഷൻ, ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചുപോയി, വളരെ അടുത്ത ഒരാൾ, ആ സമയത്ത് നിങ്ങൾ പോയി ട്രേഡ് ചെയ്യരുത്. ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര ആയിട്ട് നഷ്ടം വരും, പ്രതീക്ഷിക്കാത്ത രീതിയിൽ. പലപ്പോഴും പല തീരുമാനങ്ങളും റോങ് ആയിരിക്കും, കാരണം കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഈ ഒരു പോയിന്റ് വളരെ സിമ്പിളാണ്. കൃത്യമായൊരു ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു ഇത് എങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം എങ്ങനെ ഈ ട്രേഡുകൾ കൊണ്ടുപോകണം, എത്രത്തോളം രൂപ നഷ്ടപ്പെടാം, എത്രത്തോളം രൂപ എനിക്ക് ഉണ്ടാക്കണം എന്നൊക്കെയുള്ള വലിയൊരു പ്ലാനാണ്. എൻട്രി സെറ്റപ്പ്, എക്സിറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എൻട്രി എടുക്കണം, ഒരു ട്രേഡിന് സിമ്പിൾ ചെറിയ കാര്യമാണത്. എവിടെ എൻട്രി എടുക്കണം, എവിടെ പോയി എക്സിറ്റ് ആവണം. എക്സിറ്റിൽ പ്ലാൻ എ, പ്ലാൻ ബി, രണ്ട് സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ അത് ഉറപ്പാക്കുക. ഇത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പരാജയപ്പെടും. 99% ആൾക്കാർ ഇതിൽ പെട്ടു. കാരണം ട്രേഡിംഗ് പ്ലാൻ ഇപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ പുറകെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻട്രി സെറ്റപ്പ് പലപ്പോഴും പലർക്കും പല രീതിയായിരിക്കും. ഒരു 9 to 3 മാർക്കറ്റിലിരിക്കുന്ന ഒരാൾക്ക് ഒരു 4-5 സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഏതാണ് വർക്കൗട്ട് ആവുന്ന, ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ വർക്കൗട്ട് ആവുന്ന ഒരു സ്ട്രാറ്റജി, അതുപോലെ അങ്ങനെ കുറേ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും എടുത്ത് പ്രയോഗിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ പെട്ടെന്ന് ഒരു 11 മണി മുതൽ 12 മണി വരെ മാത്രം മാർക്കറ്റിലിരിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ആ സമയത്ത് വർക്കൗട്ട് ആവുന്ന സ്ട്രാറ്റജി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തർക്കും പറ്റുന്ന എൻട്രി, കാരണം മാർക്കറ്റിൽ സ്ട്രാറ്റജീസ് എല്ലാം വർക്കൗട്ട് ആവും, എല്ലാ സ്ട്രാറ്റജീസും. പക്ഷെ അത് വിജയത്തിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഒരു സ്ട്രാറ്റജി എല്ലാ സമയത്തും വർക്കൗട്ട് ആവില്ല, പക്ഷെ എല്ലാ സ്ട്രാറ്റജീസും മാർക്കറ്റിൽ വർക്കൗട്ട് ആവും. അത്
ഏത് വിജയിക്കുന്നതായാലും പരാജയപ്പെടുന്ന സ്ട്രാറ്റജി ആയാലും അത് എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. നഷ്ടം കണ്ടാൽ ബുക്ക് ചെയ്യാതെ ഇങ്ങനെ കാത്തിരിക്കുക. എത്ര വിജയിക്കുന്ന ഒരു ഇതാണെങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ 1% നഷ്ടം കണ്ടാൽ ബുക്ക് ചെയ്തിട്ട് മാറണം എന്നുള്ളത്. ഈ ഒരു യൂസർ, ഈ ഒരു ട്രേഡർ അവിടെ 10% ലോസ് കണ്ടിട്ടും അയാൾ ബുക്ക് ചെയ്യുന്നില്ല. അവസാനം 15% ബുക്ക് ചെയ്തത്. അതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ പ്രകാരം 1% നഷ്ടവും 1.5% ലാഭമായിരിക്കും അതിൽ റിസ്ക് റിവാർഡ് ഉണ്ടാവും. ഇയാൾ 10 ട്രേഡിൽ 1 ട്രേഡ് നഷ്ടവും 9 ട്രേഡ് സക്സസ് ആണെങ്കിൽ പോലും ഇയാൾ നഷ്ടത്തിലായിരിക്കും. എന്തുകൊണ്ടാണ്? അയാളുടെ മനസ്സിൽ അയാൾ തീരുമാനിച്ചു 15% ലോസും 1.5% പ്രോഫിറ്റും എന്ന റിസ്ക് റിവാർഡിലേക്കാണ് അയാൾ കൊണ്ടുപോയത്. പറഞ്ഞിരിക്കുന്നത് 1% നഷ്ടവും 1.5% ലാഭമാണ്. പക്ഷെ അയാൾ കൊണ്ടുപോയത് 15 നഷ്ടവും 1.5 ലാഭമാണ്. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് നഷ്ടത്തിലെത്തും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, വിജയവും പരാജയവും തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. വിജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ മുന്നിട്ടിറങ്ങുക. നഷ്ടപ്പെട്ടതിൻ്റെ വേവലാണ്. നമുക്കിപ്പം എനിക്ക് 10 ലക്ഷം രൂപ പോയിട്ടുണ്ട്, എങ്ങനെ ഞാനത് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഭയങ്കര ഒരു ടെൻഷൻ. അത് അയാളിപ്പോൾ അടുത്ത മാസം വരും, അപ്പോഴത്തേനും കാശ് കൊടുക്കണം, എന്താക്കും എന്ന ഒരു ടെൻഷൻ. അതുപോലെ നമ്മളൊരു എൻട്രി ഇപ്പം പുതിയതായിട്ട് വീണ്ടും ട്രേഡ് തുടങ്ങുകയാണ്, 1 ലക്ഷം രൂപയേ ഉള്ളൂ, 10 ലക്ഷം രൂപ കൊടുത്തു തീർക്കാനുണ്ട്. ഞാൻ എൻട്രി എടുത്ത ഇതിലെനിക്ക് നഷ്ടം വരുമോ, ഈ ട്രേഡ് പൊട്ടുമോ, ഇത് കിട്ടുമോ എന്നൊക്കെയുള്ള ആ ഒരു ഭയങ്കര ഒരു വെപ്രാളം. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് കണ്ണിന് ചുറ്റുപാടൊക്കെ അയാളുടെ ടെൻഷൻ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്, നിങ്ങൾ നഷ്ടം വരുത്തി വയ്ക്കും. ഓക്കെ, നഷ്ടപ്പെട്ടത് എന്ത് തന്നെയായാലും ഒരു ലൈഫ് ടൈം സേവിങ് ആണെങ്കിൽ പോലും അത് പോയി അതിന് എനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന റിയാലിറ്റി ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതേപോലെ ഇനി വീണ്ടും ഞാൻ നഷ്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ട്രേഡിങ്ങിലേക്ക് വരിക. ഇതില്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരരുത്, നിങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടും. ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് വാട്ടെവർ ദ ലോസ്, നിങ്ങൾ ലൈഫ് ടൈം സേവ് ചെയ്തത് മുഴുവൻ നിങ്ങൾക്ക് പോയി, ഇനി അത് എനിക്ക് തിരിച്ചു കിട്ടില്ല എന്നത് ഞാൻ ഉൾക്കൊള്ളുന്നു. മനസ്സിലത് പോയി വിഷമം ഉണ്ടാവും, സത്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് അയാളിപ്പോൾ വരും, എന്നെ പിടിക്കാൻ വരും, എനിക്ക് പലിശ കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരുപാട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ട്രേഡിംഗ് അല്ലാത്ത മറ്റു മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കണം എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിൽ പറയുന്ന ഓരോ പോയിന്റ്സ് നിങ്ങൾക്ക് സ്വയം ആത്മവഞ്ചനയില്ലാതെ പിന്തുടരാൻ പറ്റുമെങ്കിൽ മാത്രമേ തിരിച്ചു കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ നഷ്ടപ്പെട്ടതിൻ്റെ വേവലാതി, അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, അതുപോലെ ഇനി എനിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ ആകപ്പാടെ തകർന്നടിയും എന്ന ഒരു ചിന്ത, ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ വീണ്ടും അതെന്താ അങ്ങനെയെന്നുള്ളത്. കാരണം ട്രേഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഒരിക്കലും 100% ആവരുത്. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് 10% ഉപയോഗിക്കാം. ഇതൊരു റിക്കവറി പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു 50%. ഇപ്പോൾ 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, ഇപ്പോൾ ഇനി കയ്യിൽ ആകെ 1 ലക്ഷം രൂപ ബാക്കിയുണ്ട്. ആ 1 ലക്ഷം രൂപയിൽ മുഴുവനായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, 50% മാത്രമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്ലാനിലേക്കാണ് പോകുന്നത്. അയാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല, കാരണം പകുതി മാത്രം പോയാൽ പോവുള്ളൂ, ബാക്കി പകുതി അവിടെ ഉണ്ട് എന്ന ഒരു ധൈര്യം നമ്മുടെ മുന്നിലുണ്ടാവും. ഇനി അതല്ല 10% മാത്രം ഉപയോഗിക്കുന്നത്, 10 ലക്ഷം രൂപ കയ്യിലുണ്ട്, അതിൽ 1 ലക്ഷം രൂപ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അയാൾക്കും ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ബാക്കി 9 ലക്ഷം എനിക്ക് അവിടെ തന്നെ ഉണ്ട്, സമ്പത്ത് അവിടെ തന്നെ ഉണ്ട്, പോയാലും 1 ലക്ഷം പോവുള്ളൂ. ആ ഒരാളിനും ഈ ഫോമോ ഉണ്ടാവും. ഫോമോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് ഒരു എൻട്രി പ്രൈസ് ഇങ്ങനെ കയറി വരികയാണ്, അപ്പം നമ്മൾ നോക്കുമ്പോൾ എനിക്കിത് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ടെൻഷനാണ്. അതിനെ നമ്മൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുക. കാരണം എനിക്ക് ആ എൻട്രി കിട്ടില്ലേ എന്നുള്ളൊരു പേടി. ഇനി നമ്മളൊരു ട്രേഡ് എടുക്കാൻ പോകുമ്പോൾ തന്നെ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ വരുന്നത്, അതായത് എനിക്കിതിൽ ലോസ് ആയി കഴിഞ്ഞാൽ എന്താ, അത് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിൻ്റെയും നമ്മളെ പൊസിഷൻ സൈസിനും യാതൊരു ധാരണയില്ലാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ 2 സംഭവങ്ങൾ, നഷ്ടപ്പെട്ടതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ മാനസികമായിട്ട് ഹോണ്ട് ചെയ്യരുത്. രണ്ടാമത്തത്, ഇനി വരാൻ പോകുന്ന സംഭവങ്ങളിൽ ഇൻ കേസ് ഇതിലെനിക്ക് ഇനി വരുന്ന ട്രേഡിൽ നഷ്ടം വന്നാലും വളരെ ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ ഹാപ്പി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരരുത്. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾ ലോസിലേക്ക് പോകും. ഞാൻ പറയുന്നത് മുഴുവൻ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു പരിധി വരെ ഞാൻ ആ രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പ്രാവശ്യം നിങ്ങൾ ചൂടുവെള്ളത്തിൽ ചാടി ശരിക്കും പൊള്ളിയിട്ടുണ്ട്, വീണ്ടും പോയി ചാടരുത് എന്ന ഒറ്റ തീരുമാനം കൊണ്ട് തന്നെയാണ്. ചാടരുത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും അറിയാവുന്ന ഒരാളാണെങ്കിൽ എനിക്കിതിൽ സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് ഇവിടെ ഞാൻ സംസാരിച്ചതിൽ, എന്നോട് സംസാരിക്കുന്നതിൽ 100 പേരിൽ ഒരു 95 പേരും ഒന്നും അറിയാത്തവരാണ്. ഓക്കെ, ബാക്കി 5 പേര് അറിഞ്ഞിട്ട് പല അബദ്ധങ്ങളും കൊണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് പറ്റിയത്, ബ്രോക്കറിൻ്റെ കയ്യിൽ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച്, കാശ് പോയി, ഒന്നും പറയാനില്ല. ഇത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടേതല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ ആൾക്കാർ പറ്റിച്ചു പോയ ആൾക്കാർ, എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ വിശ്വസിച്ച് ഏൽപ്പിച്ച സുഹൃത്ത് കാശുമായിട്ട് അങ്ങ് പോയി. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് റിക്കവർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു 5% ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി 95% ആൾക്കാരും ഒന്നും അറിയാതെ 1 ഇട്ടാൽ 10 കിട്ടും എന്ന ധാരണയിൽ മാർക്കറ്റിലേക്ക് വന്നവരായിരുന്നു. അപ്പം അവർക്ക് എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും കൊണ്ടുപോയി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നെഗറ്റീവായിട്ട് തന്നെ ഇതിനെ അടിച്ചേൽപ്പിക്കുന്നത്. ഒരു പരിധിവരെ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ആ നെഗറ്റീവ് സൈഡ്, നെഗറ്റീവ് അപ്രോച്ച് മാറ്റി വെച്ച് അതിനകത്ത് പറയുന്ന പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോവുക. പിന്നെ നമ്മൾ ആക്ഷൻ പ്ലാനിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഒരാൾക്ക്, നിങ്ങൾക്ക് ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും ചുറ്റുവട്ടത്തുള്ള ആർക്കും അതൊരു വിഷയമേ അല്ല. നിങ്ങൾ ട്രേഡ് ചെയ്താലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. നഷ്ടപ്പെട്ടത് നിങ്ങൾക്കാണ്, പൈസ പോയിരിക്കുന്നത് നിങ്ങളതാണ്. ഇനി ആ പൈസ തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ പുതുതായിട്ട് പ്രോഫിറ്റ് എടുക്കേണ്ടത്, അതിൻ്റെ ഒരു ആവശ്യം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളിപ്പോൾ കടം കയറിയും പലിശ അടച്ച് കുടുംബം വിറ്റാൽ അത് മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല, അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. സോ സ്വയം വിശ്വസ്തത പുലർത്തുക, ആത്മവഞ്ചന ചെയ്യരുത്. ഈ പറയുന്ന ട്രേഡ് പ്ലാൻ എല്ലാം തന്നെ കൃത്യമായി എഴുതി വെച്ച് അതേ രീതിയിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും, ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എനിക്കത് പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് സ്വസ്ഥമായി ഇരുന്ന് ട്രേഡ് ചെയ്യാം ഒരു ദിവസം, സിമ്പിൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരുന്ന് ട്രേഡ് ചെയ്യുന്നതിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവുമോ, നിങ്ങൾ വേറെ ഏതെങ്കിലും എൻഗേജ്ഡ് ആയി പോകുമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു എൻഗേജ്ഡ് ആയ ഒരാൾ, അതായത് സിംപിളി മറ്റ് ജോലി ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, അവർക്ക് അവരുടെ സമയം മീറ്റിംഗ്സ് മാറ്റി വയ്ക്കാൻ പറ്റും. പക്ഷെ ജോലി ചെയ്യുന്നവരും മറ്റൊരാളുടെ കീഴിൽ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരരുത്, നല്ല ഓപ്ഷൻ ഇൻട്രാഡേ ചെയ്യാൻ നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് സ്വിംഗ് ട്രേഡുകൾ, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ, കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആളുടെ ഒരുപാട് വിജയഗാഥകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. സോ എന്താ പറയുക, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തയ്യാറാണെങ്കിൽ നമുക്ക് ആക്ഷൻ പ്ലാനിലേക്ക് പോകാം. ഇപ്പോൾ ടൈം ഒത്തിരി ആയിട്ടുണ്ട്, അപ്പം ഞാൻ ആ ഒരു ഭാഗം അടുത്ത വീഡിയോയിലേക്ക് സ്കിപ്പ് ചെയ്യുകയാണ്. കാരണം വാചകടിച്ചിട്ട് ഒരുപാട് സംസാരിച്ച് നിങ്ങളുടെ സമയം കളഞ്ഞതല്ല, പക്ഷേ വളരെ സിസ്റ്റമായിരിക്കും, ഇമോഷണലി നിങ്ങളതിന് തയ്യാറായിരിക്കണം. ഒരു ട്രേഡിങ്ങിലേക്ക് ഇനി പോകുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പോയിട്ട് ഒന്നും അറിയാതെ പോയിട്ട് ഒരുപാട് കാശ് കളഞ്ഞിട്ടുണ്ട്. ഇനി പോകുന്നുണ്ടെങ്കിൽ അത് വിജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. ഈ ലോകത്ത് നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഈ ലോകത്ത് വിജയിച്ച ഏതൊരാളെ എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളെപ്പോലെ മജ്ജയും മാംസമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സാണ് അദ്ദേഹത്തെ വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഹിറ്റ്ലർ ലോകം കീഴടക്കാൻ ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ അത്രയും അയാളുടേതായ രീതിയിൽ അയാൾ ഒരുപാട് വിജയങ്ങളിൽ നേടിയെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരാളെ എക്സാമ്പിൾ മഹാത്മാഗാന്ധിയും ഹിറ്റ്ലറും തമ്മിലുള്ള ഒരു രണ്ട് ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാർ, ഒന്ന് വയലൻസിലാണെങ്കിൽ മറ്റൊരാൾ നോൺ വയലൻസ് ആണ്. പക്ഷെ രണ്ടുപേരും അവരുടെ മനസ്സ് അതിനായിട്ട് പാകപ്പെടുത്തിയപ്പോൾ അവർ രണ്ട് കൂട്ടരും വിജയിച്ചു. അപ്പോൾ ഇതിലെല്ലാം കാശുള്ളവനാണോ ഇല്ലാത്തവനാണോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം, നിങ്ങളുടെ മനസ്സ് അതിന് തയ്യാറാണോ എന്നാണ്. നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് അതിയായ ആ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ തന്നെ സാധിക്കും. എവിടെയോ വായിച്ച ഒരു വാക്കുകളാണ്, നമ്മളൊരു കാര്യത്തിനായിട്ട് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത്. ഒരു പരിധിവരെ അത് അംഗീകരിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മൾ കാര്യത്തിന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ നമ്മളെ പാര വെച്ച് സൈഡാക്കാൻ വേണ്ടി മാത്രമേ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ ഒരു തിയറി എന്ന രീതിയിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം നമ്മളറിയാതെ ആരൊക്കെയോ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പുഷ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ അറിയാത്ത ആൾക്കാർ പോലും ഇങ്ങനെ ഒരു ആശയത്തിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ നേരിട്ട് അറിയുന്ന ആൾക്കാർ നമ്മളെ തേച്ചൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. എന്തായാലും ഈ
എന്താ പറയുക, സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ അബ്ദുൽ കലാം സർ പറഞ്ഞ ഒരു വാക്കുകളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് പറയുന്നത്. സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നിങ്ങളുടെ ഉറക്കം കളയുന്നതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കണം എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ സ്വപ്നം അതാണെങ്കിൽ അതിനായിട്ട് നിങ്ങൾ മാനസികമായിട്ട് റെഡി ആയിരിക്കണം. അതിനായിട്ട് നിങ്ങൾ ആ ഒരു സ്പിരിറ്റോടുകൂടി വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഈ ലോകത്ത് മനുഷ്യന് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. എൻ്റെ മനസ്സ് ആ ലെവലിലേക്ക് കയറി വരണം എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ആക്ഷൻ പ്ലാനൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.